രാവിലെ നല്ല ചൂടിലായിരുന്നല്ലോ. ഈ മനുഷ്യന്മാരൊന്നും വിചാരിക്കണ പോലല്ലടാ. എന്തേ? ഈ താജു അവൻ എന്നെ കല്യാണം ആലോചിച്ച്. വീട്ടുകാരാണെങ്കിൽ കട്ട സപ്പോർട്ടും. വാപ്പയാണ് മെയിൻ. ഇതിലെ കോമഡി എന്താന്ന് വെച്ചാ അവൻ എന്നെക്കാട്ടി 3 വയസ്സുള്ളതാ. പക്ഷെ ഇതൊന്നും ആർക്കൊരു പ്രശ്നമല്ല. പൈസ ഉണ്ടല്ലോ. പിന്നെ അവസാനല്ലല്ലോ. എന്നിട്ട് ഈ എന്ത് പറഞ്ഞു? ഞാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഈ മനുഷ്യന്മാർ മനസ്സിലിരിപ്പ്. പക്ഷേ ഈ ഉണ്ടല്ലോ, ഈ മുത്താണ്. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് മൈ ട്രൂ ഫ്രണ്ട്. അമ്മേ മുത്താണ്. ചേട്ടാ എന്താ ഉറക്കം ഇത്? കസ്റ്റമേഴ്സ് കണ്ട എന്താ വിചാരിക്ക? ദേ നിങ്ങളുടെ ഓള് കൊറേ നേരിട്ട് വിളിക്കണ്ട്. ഹലോ ഷെർണി, 5 മിനിറ്റ്. കുടികിടപ്പ് അവകാശ സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, മുന്നാധാരം, പിന്നാധാരം, ഇനിയും കുറേ ഉണ്ട്. നമ്മൾ നല്ല ഡിലേ ആയിട്ടോ അഭിലാഷേ. അയ്യോ സോറി കേട്ടോ, ഞാനേ ഷോപ്പിൽ കിടന്ന് കുറച്ചേരം ഉറങ്ങിപ്പോയി. എന്തേ ഉറക്കം ശരിയാവണില്ലേ? അതെ, കുറച്ച് ദിവസമായിട്ട്. ഞാൻ വേണമെങ്കിൽ മരുന്ന് എഴുതി തരാം. വേണോട്ടാ, ശരിയായിക്കോളും. ഒന്ന് പോണ വഴിക്ക് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ നിർത്തുമോ? വാപ്പേൻ്റെ ഒരു ടെസ്റ്റ് റിസൾട്ട് വാങ്ങാനുണ്ട്. ശരി. ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. ഇപ്പോൾ അവിടെ ഇരുന്നോളൂ. വാപ്പയ്ക്ക് എന്താ പറ്റിയേ? ചെറിയൊരു ചെസ്റ്റ് ഇൻഫെക്ഷനാണ്. ആയുർവേദത്തിൽ മരുന്നില്ലാഞ്ഞിട്ടല്ല, എന്നോട് ചോദിക്കില്ലല്ലോ. വാശിയല്ലേ, വാശിക്ക് പിന്നെ ഒന്നിലും മരുന്നില്ലല്ലോ. ഇപ്പോഴും ഉണ്ടാറില്ലേ? എവിടെ? പ്രേമിച്ചൊളിച്ചോടി പോയ പെണ്ണ്, കുടുംബത്തിന് നാണക്കേട്. ഇപ്പത്തെ ഹസ്ബൻഡ് മരിച്ച് മോളുമായിട്ട് തിരിച്ചു വന്നേക്കണം. ഇനിയിപ്പോൾ തീവ്രവാദ ബന്ധ കേസൂടെ അറിയണം. നല്ല ഹാലായി. അത് വിട്. ഇനി നേരെ വില്ലേജ് ഓഫീസ്. കുടികിടപ്പ് അവകാശ സർട്ടിഫിക്കറ്റ് അല്ലേ? തീവ്രവാദ ബന്ധമുള്ള കേസ്. തീവ്രവാദ ബന്ധമുള്ള കേസിന് എന്തിനാണ് കുടികിടപ്പ് അവകാശ സർട്ടിഫിക്കറ്റ്? Don't you think someone is fooling you? നിങ്ങൾക്ക് ഇതിലൊരു അസ്വാഭാവികതയും തോന്നില്ല? ബേസ്ലെസ് ആയ ഇത്രയും ഡോക്യുമെന്റ്സ് ഹാജരാക്കാൻ നിങ്ങളോട് ആരാണ് പറഞ്ഞത്? ആരാണ് നിങ്ങളുടെ അഡ്വക്കേറ്റ്? അഡ്വക്കേറ്റ് അജേഷ് ആലപ്പാട്ട്. വാട്ട് ഈസ് ഹിസ് ബാർ കൗൺസിൽ രജിസ്ട്രേഷൻ നമ്പർ? ബാർ അതൊന്നും അറിയില്ല. അപ്പോ നിങ്ങൾക്ക് അയാളെ കുറിച്ച് ഒന്നും അറിയില്ല. ഈ കേസിന്റെ സീരിയസ്നെസ് എന്താണെന്ന് അറിയില്ല, ഇതിനുള്ള ശിക്ഷ എന്താണെന്ന് അറിയില്ല. ഇതൊരു നാഷണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട കേസാണ്. The entire state is opposition party here, including the Prime Minister himself. 2020 ഒരു വ്യാജരേഖ കേസുമായി ഞാൻ കോടതിയിൽ അപ്പിയർ ചെയ്തപ്പോൾ I found the same points. സാറ്? I am Zulfikar, ഒരു കേസുമായി മെഡിക്കലിന് വന്നത്. അതെ, ഇത്ര നേരം എവിടെയായിരുന്നു? മൂത്രമൊഴിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട്.
സ്ഥിരം പ്രതിയാന്ന് വെച്ചിട്ട് ഇത്ര ഫ്രീഡം തരണ്ട. പ്രതിയോ? നാഗമാണിക്കം കാണിച്ചു തരാന്ന് പറഞ്ഞു ഒറ്റിച്ച് സ്കൂൾ കുട്ടികളുടെ അടുത്ത് കാശടിച്ചു മാറ്റിയ കേസിലെ പ്രതിയാ. അതെ, പക്ഷെ എന്റെ കേസ് ഞാൻ തന്നെ വാദിക്കണം. നമ്മൾ പറ്റിക്കപ്പെടാൻ പാടില്ലല്ലോ. ഞാൻ പറഞ്ഞ നോട്ടൊക്കെ എഴുതിയെടുത്തോ, ആവശ്യം വരും. അപ്പൊ പോവാൻ സാറേ. ആ പോവാം. പോയിട്ട് വരാൻ പെങ്ങളെ, പ്രാർത്ഥിക്കണേ. എന്താ ആലോചിക്കണം? അല്ല, അയാൾ എന്തു ആയിക്കോട്ടെ, പക്ഷെ അയാൾ പറഞ്ഞതിൽ കാര്യമില്ല എന്ന് ആലോചിച്ചതാ. എന്ത്? അല്ല, നമ്മൾ വേറെ ആരോടെങ്കിലും കൂടി ഒന്ന് കൺസൾട്ട് ചെയ്യേണ്ടതായിരുന്നോ എന്നൊരു തോന്നൽ. വേണ്ടോട്ടാ, വേറെ ആരോടും ചോദിക്കണ്ട. അല്ല, അങ്ങനെയാണല്ലോ അജേഷ് പറഞ്ഞത്. അതെ, നമുക്ക് പാച്ചിക്കയുടെ അടുത്ത് ചോദിച്ചാലോ? എന്തിന്? ഓ, ഈ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. നിനക്ക് അജേഷിനെ അറിയാത്തതുകൊണ്ടാ. ഭയങ്കര മിടുക്കനവൻ. നിന്നെ എന്നെയൊക്കെ എന്ത് ഇഷ്ടമാണെന്നറിയോ? അവൻ പറയണ കേൾക്കാതെ നമ്മളിത് ആരോടെങ്കിലും ചോദിച്ച് അത് പിന്നെ അവനറിഞ്ഞ് നാട്ടുകാരറിഞ്ഞ് വെറുതെ അവനെ വിഷമിപ്പിച്ച്, അല്ല അതിനൊക്കെ നിൽക്കണോ? നമ്മൾ തന്നെ വിഷമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ മനസ്സ് നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ. ശരിയാ, വേണ്ട. ആ, അതാണ്. ഓളങ്ങനെ പറഞ്ഞ? അല്ലടാ, അവളങ്ങനെ എന്നെ പറ്റി അന്വേഷിക്കുക? അതല്ലടാ, ഇത് പുറത്തെ ഞാൻ നാളെ പണിയാവോ? പിന്നെ ടെൻഷൻ ആവാതെ, ഇതെന്നെ കരിയറെ ബാധിക്കുന്ന കാര്യമില്ലേ? അർജന്റ് ഒരു കോള് വന്നപ്പോ ഈ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇപ്പോഴത്തെ ടെൻഷൻ നോക്കണ്ട. ഈ ഒരു കാര്യം ചെയ്, ഈ ഒരു കാര്യം ചെയ്യ്, ഈ ഓലയും കൊണ്ട് ഓഫീസിൽ ചെല്ലും, ഞാൻ അങ്ങോട്ട് വരാം. ആ, ഈ ഇവിടെ ഉണ്ടേനോ? അങ്ങനെ നമ്മൾ കോടതിന്റെ ഉള്ളിൽ നിന്ന് സംസാരിച്ചു വിടാനോ? ഉള്ളിലിരുന്നോ? ഈ ഫോൺ തന്നെ, ഇതിന്റെ ലോക്ക് തുറക്കടോ. ഈ കോട്ട് പിടിക്ക്. ആ അമ്മേ, ഇന്നെ വൈകുന്നേരം വരെ വിളിച്ചാൽ കിട്ടൂല കേട്ടോ. ആ പിന്നെ എൻ്റെ ആ പഴയ ഫോണും ചാർജ് ചെയ്തേക്കണേ. ആ, ഞാൻ വിളിക്കാം. നിന്റെ ഫോൺ എന്ത് പറ്റി? എടാ മോയന്തേ, എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചാൽ പോരേനോ? എന്നോട് സംസാരിച്ചതിന് ആ ജഡ്ജിന്റെ ഫോൺ വാങ്ങിയച്ച്. ഡിസിപ്ലിനറി ആക്ഷൻ. സോറി അളിയാ, ടെൻഷൻ കൊണ്ടാടാ. എൻ്റെ ഒരു ടെൻഷൻ അന്നെന്തിനപ്പം ഇങ്ങോട്ട് കിട്ടിയെടുത്ത്? ഞാൻ വിചാരിച്ചു ഈ എന്തോ ടെൻഷനിലൊന്ന്. എനിക്കെന്ത് ടെൻഷൻ? ആ സമയത്ത് ഞാനത് പതറിപ്പോയെങ്കിലും ഇപ്പൊ ഞാൻ ഓക്കെയാണ്. നീ ഓക്കെ ആണെങ്കിൽ ഞാനും ഓക്കെയാണ്. നീയാണല്ലോ എന്റെ വജ്രായുധം. താജുപ്പ സീനിലില്ല, എന്റെ റൂട്ട് ക്ലിയർ ആണ്. പക്ഷേ അവളെ മനസ്സിൽ സംശയം തോന്നി തുടങ്ങിയ സ്ഥിതിക്ക് ഈ കളി വല്ലാണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന പണിയാണ് അനക്കും എനിക്കും. ഞാൻ ആലോചിച്ചിട്ട് നമുക്ക് ഒറ്റയടിക്ക് കുറച്ച് സമയം കിട്ടണം. അതിന് ആ അത്തർ കമ്പനിന്റെ ലൈസൻസിന്റെ കോപ്പി വാങ്ങാനെന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു നീണ്ട യാത്ര പോകണം. ഈ യാത്രന്റെ ഇടയിൽ ഇയോളെ മനസ്സിൽ എങ്ങനെയെങ്കിലും കയറി പറ്റണം. ഇനിയിപ്പോൾ മനസ്സിൽ കയറി പറ്റിയില്ലെങ്കിലും പറയാനുള്ള മുഴുവൻ പറയണം. ഇടങ്ങി സമയമില്ല, പഴയ പോലെ വൈകിപ്പിച്ച് നാറ്റിക്കരുത്. കുറച്ചൊക്കെ ധൈര്യം കാണിക്കടോ. ഇതായിരിക്കണം എൻ്റെ അവസാന യാത്ര. ഹലോ. ഹലോ ഷെർണേ. അതെ, നാളെ നമുക്ക് മോളെയും കൂടി ഒന്ന് കൂട്ടിയാലോ? ഞാനിത് നിന്നോട് അങ്ങോട്ട് ചോദിക്കാതിരിക്കുകയായിരുന്നു.
എന്നാ ഞാൻ നേരത്തെ അങ്ങോട്ട് ഇറങ്ങാം. ശരി. ഓക്കെ, ശരി.